നമ്മൾ ഒട്ടകപക്ഷി ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. നമുക്ക് ഈ മുടി പൊങ്ങിയിരിക്കുന്ന കിളീനെ വാങ്ങണം. കൊത്താൻ പറ്റുന്നുണ്ടേ. ഒരു സ്ഥലം വരെ പോവുകയാണ്. സ്ഥലം എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മള് മണ്ണഞ്ചേരിക്കാണ് പോകുന്നത്. മണ്ണഞ്ചേരി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ പറയാമില്ലേ. മണ്ണഞ്ചേരി നമ്മൾ ഒരു കിളീനെ എടുക്കാൻ പോവാണ്. അതെ, നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മുടെ ഫാം അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കിളി നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്നത് കുണൂറിനെ നമുക്ക് മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പൊ കുണൂറിനെ മേടിക്കാൻ മണ്ണഞ്ചേരിയിൽ നമ്മുടെ സ്വന്തം ആളുണ്ട്. ആളുടെ അടുത്ത് പോയാൽ നമ്മുടെ മാമാടുത്ത് പോയാൽ നമുക്ക് വില കുറച്ച് തരാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മണ്ണഞ്ചേരി പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ബാക്കിയുള്ള വിഷയം മണ്ണഞ്ചേരി എത്തിയിട്ട് കാണാം കേട്ടോ. അതും കൂടെ കാണിക്കാം. അവിടെ വലിയ ഫാമാ. അതെ വേറെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് വേറെ ക്ലീൻ അത് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇനി വേറെ ക്ലീൻ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. അതേ ആ റോഡെല്ലാം കാണിച്ചു കൊടുക്കും. വൈബാണ്. കണ്ടൽക്കാടുകളാണ്. ഇത്ര നല്ല ആലപ്പുഴയിലേ കിട്ടുള്ളൂ ഇത്ര നല്ല എന്തായാലും ലാൻഡ്സ്കേപ്പ് കേട്ടോ. ഇത്രയും ലാൻഡ്സ്കേപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ വെള്ളം റോഡിലോട്ട് മുട്ടി കിടക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇവിടെ റോട്ടിൽ നിറച്ചും വെള്ളമായിരുന്നു കേട്ടോ. റോട്ടിൽ നിറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ വെള്ളം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മള് പോയത്. അമ്മീ കഷ്ടൻ ഫോട്ടോ ഇട്ടേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും മണ്ണഞ്ചേരി എത്തിയിട്ട് കാണാം. അവിടെ വലിയ ഫാമാണ്. അവിടെ കുറെ കിളികളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാല്ലേ ഒരു ഹാൻഡ് ഫീഡ് വേണോ വലുത് വേണോ എന്നൊക്കെ അവിടെ പോയിട്ട് ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത്. ഗൂഗിൾ മാപ്പ് കാണിച്ചോളൂ. ഗൂഗിൾ മാപ്പ് നമ്മൾ അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ എത്തും കേട്ടോ. അടിപൊളി വഴിയാണ്. നമ്മളെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. മണ്ണഞ്ചേരി ആലപ്പുഴ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ആകെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, നമ്മൾ വന്നപ്പോ നല്ല മഴയായിരുന്നു. അപ്പൊ നല്ല വെയിലായി. ഏതായാലും നന്നായില്ലേ പിന്നെ? നന്നായി. നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഫാമിലെല്ലാം കയറണമെങ്കിൽ മഴയില്ലാത്ത അവസ്ഥയിൽ കയറാൻ പറ്റില്ല. കുട്ടികളൊക്കെ കൂട്ടി ഓടിച്ചിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവന് മുമ്പൊക്കെ പോയിട്ടുള്ള ഇവനും ആദ്യമായിട്ടാണ് വെച്ചത് കേട്ടോ. ഞങ്ങളൊക്കെ മുമ്പ് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലാത്ത വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ താഴെ സജസ്റ്റ് ചെയ്തു. താഴെ ഞാൻ കൊടുത്തേക്ക് ആ വീഡിയോ ഏതായിരുന്നു മുമ്പ് പോയ വീഡിയോ. പച്ചപ്പ് കണ്ടില്ലേ? ഇതാണ് പച്ചപ്പ്. അപ്പുറം നോക്കിയേ, പച്ചപ്പും ഹരിതാപവും. ഇതാണ് നമ്മള് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ അവർക്കൊക്കെ മനസ്സിൽ വരുന്ന സംഭവമാണ് ഇതൊക്കെ. ആലപ്പുഴ, കേരളം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ എന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. കേരളം ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ കേരളം. ബാക്കിയുള്ള കേരളം അല്ല അല്ലെ, തമിഴ്നാടായിട്ട്. ആക്ച്വലി നമ്മള് ആലപ്പുഴയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്യൂട്ടി ഒക്കെ ഒരു ലോ ലെവൽ ബ്യൂട്ടിയാണ്. നമ്മളിങ്ങനെ ഹൈ ലെവൽ ബ്യൂട്ടി കാണാൻ വേണ്ടി പോകണം. നോക്കി അങ്ങോട്ട് നോക്കണം. ആക്ച്വലി ഇതാണ് നമ്മൾക്ക് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് രണ്ട് സൈഡിലും, അപ്പുറ സൈഡില് കടൽ, ഇപ്പുറ സൈഡിൽ പുഴ. അങ്ങനെ ഇത് ബണ്ടാണോ? ബണ്ടായത് കടലും കായലും കേട്ടോ. ഒരു സൈഡ് കായൽ, അപ്പുറ സൈഡ് പുഴ. അടിപൊളിയാണ്. ബ്യൂട്ടി ഓഫ് ഇന്ത്യ. അതാണ് തണ്ണീർമുക്കം ബണ്ട്. നമ്മളെ കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് നീണ്ട നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിത് മണ്ണഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. മണ്ണഞ്ചേരിയിൽ നമ്മൾ നമ്മുടെ റബി മച്ചാന്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് നീ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന റബിയാണ് ഈ ഇവിടുത്തെ സ്ഥാപനം മൊത്തം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നീണ്ട നേരം യാത്ര ചെയ്ത് നമുക്ക് പോയി കാണാം അല്ലെ, നേരിട്ട് കാണാം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ മണ്ണഞ്ചേരിയിലെ വീട് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറാം. നമ്മൾ മൈക്ക് മക്കാവിടെ തൂവല് വന്നിട്ടുണ്ട്. മക്കാവിന്റെ തൂവല് കിട്ടിയിട്ടുണ്ട്. കേറിയപ്പോഴേ മക്കാവിന്റെ തൂവല് കൊണ്ടാൽ മതി. മേഘനും മക്കാവിന്റെ തൂവല് കിട്ടി കേട്ടോ. എനിക്കും കിട്ടി. എനിക്ക് ചുവപ്പും നീലയും മക്കാവിടെയാണ്. ഇവന് മഞ്ഞയും നീലയുടെയാണ്. അവന് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇവനൊക്കെ വെച്ചേക്കാം. മക്കാവിന്റെ ചുമ്മാ വെച്ചേക്കുവാണ്. കാണാൻ നമുക്കിത് എഴുതാനൊക്കെ ഉപയോഗിക്കാം. അതെ, നല്ല വണ്ണം ഉണ്ട്. പിടിക്കാൻ ഉപയോഗിക്കാം അല്ലെ. ഏതായാലും നല്ല താങ്ക്സ് കേട്ടോ. ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. എല്ലാം ഇങ്ങനെ കൊടുക്കും. എല്ലാവർക്കും ചോദിക്കുമ്പോ കൊടുക്കും. നല്ല ആൾക്കാർ. പിന്നെ ഒരു ഫെദർ കളക്ഷൻ എന്ന് പറഞ്ഞ ഇതിലുണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. എല്ലാരും വന്നു ചോദിച്ചത്. നമുക്ക് ഇനി കുറെ കാണാനുണ്ട്. അടുത്ത നമ്മുടെ നിഹാല് നമ്മുടെ അടുത്ത തൂവലായിട്ട്. നിഹാലെ എത്ര തൂവലിന്റെ കളക്ഷൻ ഉണ്ട്? ഒരുപാടുണ്ടല്ലേ. എല്ലാം എവിടെ വെച്ചേക്കുന്നത്? സ്വന്തം റൂമിലാണ്, വീട്ടിൽ വെച്ചേക്കുക കേട്ടോ. അല്ല എല്ലാം പല പല കളറാണ്. അതാണ് പ്രത്യേകത. റെഡ്, ഇവിടെ നീല. പക്ഷെ എല്ലാത്തിനും ഇപ്പറ സൈഡ് നോക്കുക ഒരേപോലെയാണ് തോന്നുന്നത്. അതല്ല റബി, ഒരു മക്കാവിന് തന്നെ വ്യത്യസ്ത തൂവലുണ്ടാവും ആണല്ലേ? ഒരു മക്കാവിന് തന്നെ വ്യത്യസ്ത തൂവലുണ്ടാവും. നമുക്ക് ഇനി നമ്മുടെ ഫാം കാണാം അല്ലെ. നമ്മുടെ ഫാം കാണാം. ടോട്ടലി പറയുകയാണെങ്കിൽ ഇതാണ്. ഇതിന്റെ പേരെന്താ? ഏവിയറിയ. എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ കിളിക്കൂട് ഏവിയറി കേട്ടോ. കാറി കൊണ്ട് വെച്ചിട്ട് ഞാനിപ്പോണ്. ഇതാണ് കിളിക്കൂട് ഏവിയറി.
പലതരം കിളികൾ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് കയറി തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഒന്ന് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഏവിയറിയുടെ അകത്ത് കയറാം കേട്ടോ. നമുക്ക് അറിയാവുന്ന പോലെ ഏവിയറിക്ക് ആദ്യമുള്ള പോലെ തന്നെ ഇങ്ങനെ കയറുമ്പോഴേ ഒരു സംഭവം ഉണ്ടാവും. വാടാ നീ എല്ലാം പറഞ്ഞു തരണ്ട, നീ വലിയ ഇതാവല്ലേ. ആദ്യം കിളികൾ കയറി പോയിരിക്കാൻ വേണ്ടി സംഭവം ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറി ആയി മോനെ കിളിക്കൂട് കാണാം. നീ വാടാ. ചെറിയ പേടിയുണ്ടേ, ആരും കടിച്ചു. ആ നീ എല്ലാം പറയാം ഇവിടുത്തെ. എന്തൊക്കെയുണ്ട് ഇവിടെ? എന്തൊക്കെ ഐറ്റംസ് കിളികളുണ്ട്? കണ്ടോ ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നല്ല സെറ്റപ്പ് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇവരെ ഉണ്ടാക്കാൻ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇവരൊക്കെ ഉണ്ടാക്കുകയും ചെയ്യണം. എന്റെ മോനെ നിറച്ചും കിളികള്. അവൻ അതിന്റെ ഇടയിൽ കൂടെ എന്തോ പിടിക്കാണ്ടി പോട്ടോ. ആ ലവ് ബേർഡ്സിന് എന്താ ലവ് ബേർഡ്സിന് എന്ത് വെച്ചാ? ഓ അല്ലടാ അപ്പൊ ഉണ്ടല്ലോ ഇവിടെ എന്തിന്റെയൊക്കെ മുട്ടയൊക്കെ ചിപ്പുണ്ട് കേട്ടോ. എടാ എല്ലാം ലൈവാണോ? എല്ലാരും മുട്ടയിട്ട് ഇവിടെ തന്നെ വിജയിക്കുവാണ്. ആണോ? മുട്ടയിടും. അപ്പം കുറച്ച് ലവ് ബേർഡ്സ് കൊണ്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ നിന്ന് ആണല്ലേ? ആണല്ലേ? എനിക്ക് കാണോ വളരെ അത്ഭുതമാണ്. ഇവിടെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഇവിടെ തന്നെ വിരിയുന്നുണ്ട്. നമുക്ക് നമ്മുടെ സൺകോണൂറിന്റെ ഇതിനെ കാണാം കേട്ടോ. ഇങ്ങനെയാവും. നല്ല രസമാണ് കാണാൻ. ഇവിടെ വേറെ കളറായിരിക്കും. ഇത് എത്ര വയസ്സുണ്ട്? ഇതാണ് നമ്മൾ മേടിച്ച സൺകോണൂർ കേട്ടോ. വലുതാകുമ്പോ ഇങ്ങനെയാവുന്നാ പറയുന്നത്. ഇതേ നല്ല കുഞ്ഞു ലവ് ബേർഡ്സിന്റെ കൈ കിട്ടിയിട്ടുണ്ട്. അയ്യോ കൊല്ലടായി, ഞാൻ വിരിഞ്ഞിറങ്ങിയതുള്ളൂ കേട്ടോ. മൊത്തം കിളികൾ പറന്ന് നടക്കുക. ഈ നമ്മുടെ ഈ ഹാല് ഇടയിൽ കൂടെ കയറി കിടപ്പുണ്ട്. എന്താ പരിപാടി നടക്കില്ല. എന്താണ് ഇടയിൽ കൂടെ നടക്കണേ? മുട്ട ഇട്ടുണ്ടോ നോക്കി ഇടയിൽ കൂടെ കയറി നടക്കുവാണേ. ഇടയ്ക്ക് തൂവല് കിട്ടിയെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് കേട്ടോ ഇഷ്ടം പോലെ കിളികൾ സൈക്കിളിക്കുന്നുണ്ട്. മണ്ടേ കൂടെ ഇടിച്ച് മൂക്കിടിച്ച് വീണ്. പറഞ്ഞോ. നമുക്ക് ഈ മുടി പൊങ്ങിയിരിക്കുന്ന കിളീനെ വാങ്ങണം. മുടി പൊങ്ങിയിരിക്കുന്ന കിളി എന്താ റൈറ്റ്? അത് മുടി പൊങ്ങിയിരിക്കുന്ന കിളി കണ്ണൂർ കോക്ടെയിലാണ്. മുടി പൊങ്ങിയിരിക്കുന്ന ഇതിന്റെ പേര് കോക്ടെയിൽ എന്നാണ്. തുവല് കിട്ടും, നല്ല രസമാണ്. അതെ, കുഞ്ഞിനെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മയെല്ലാം കൊടുത്തു. സുദേശിനെ ഇതിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സുദേശിനെ അടുത്തോട്ട് വരുന്നുണ്ട്. കാണാത്ത തരത്തിലുള്ള നമ്മൾ കാണാത്ത തരത്തിലുള്ള കുഞ്ഞു കിളികളുണ്ട് കേട്ടോ അവിടെ. എന്റെ മോനെ കൊള്ളാം. കുഞ്ഞുകിളി മുട്ട വിരിഞ്ഞ എല്ലാവരും അവിടെ ആണോ റബിയേ? മുട്ട വിരിഞ്ഞിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ആ ഭാഗത്താണ് നിൽക്കുന്നതെന്നാ പറയുന്നത് കേട്ടോ. അതൊക്കെ പഞ്ചവർണ്ണ കിളി. പഞ്ചവർണ്ണ അത് എന്താ? അത് കുറെ കളറുള്ള ഈ നമുക്ക് പിടിച്ച് കിളിനെ കയറ്റി വിട്ടു. ഇപ്പൊ കിളിക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുക അതിനകത്തോട്ട് കേട്ടോ. എനിക്ക് കിള്ളി എടുക്കുക. കിളിനെ കയറ്റി അത് ഇറങ്ങി വന്നോളൂ. പേടിച്ചിരിക്കുന്നതാണ്. എവിടെ ശരി ഫിഞ്ചസ് ഒക്കെ പോയി നല്ല വെറൈറ്റി കളർ കിളികളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല അടിപൊളി കിളികളൊക്കെ ചുമ്മുണ്ട്. പിന്നെ നല്ല കുറെ കളറുള്ള കിളി കാണിച്ചാവേ. എനിക്ക് കുറെ കളറുള്ള കിളിയെ കണ്ടില്ലേ? അടിപൊളി കിളിയാട്ടോ. കുറെ കളറുണ്ട്. പിന്നെ അതിന്റെ മോളിൽ കുറെ ഫിഞ്ചസ് ഇരിപ്പുണ്ട്. കുറെ കളറുള്ള കിളി. ഇതേ ഇതേ മൂല ഇരിക്കുന്നത്. മോളിൽ കുറെ ഫിഞ്ചസ് ഇരിപ്പുണ്ട്. ഒട്ടകപ്പക്ഷിനെ കാണാൻ വേണ്ടി പോകാൻ. തീറ്റ കൈ നടക്കുന്നുണ്ട് കേട്ടോ. സംഭവം സെറ്റായി. സുദേശിനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകാം. അടുത്ത നമ്മൾ ഒട്ടകപ്പക്ഷിനെ കാണാൻ വേണ്ടി പോകണം. ഒട്ടകപ്പക്ഷി വളരെ റയർ കാഴ്ചയാണ്. ഒട്ടകപ്പക്ഷി ജോഡിക്ക് ഒട്ടകപ്പക്ഷി ജോഡിക്ക് 1 ലക്ഷം രൂപ നിങ്ങളുടെ മാമ പറഞ്ഞായിരുന്നു. യമൂനെ കൊടുത്തു. നമുക്ക് ഇനി അടുത്ത ഒട്ടകപ്പക്ഷി കാണാൻ വേണ്ടി. ഇതാണ് ഇങ്ങനെ
ലിസ്റ്റിന്റെ അകത്ത് നിൽക്കുന്ന വലുതിനെ കൊടുത്തോട്ടെ പക്ഷെ ഇപ്പൊ ചെറുതാണ് കണ്ടണം. അവ ചെറുത് രണ്ടെണ്ണം ഉണ്ട്. അതിനെ കിടത്തേക്കുന്ന ഒരു വ്യത്യസ്ത സ്ഥലത്താണ് നോക്കട്ടെ. മോനെ അതാണ് ക്രസന്റ് കോഴി കേട്ടോ. കോഴിയുള്ള എന്ത് കോഴിയാണ്? ഫെസന്റ് കോഴി കേട്ടോ. നമുക്ക് ഇനി ഒട്ടക പക്ഷിനെ കാണാൻ വേണ്ടി പോവാം. എല്ലാരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവൻ വിഷയമുള്ളതാണ്, പേടിക്കണ്ട. സുദേശ് കമ്മഞ്ഞടി നീ വളരെ പ്രതീക്ഷ. അതാ ഇതാണ് നമ്മുടെ ഒട്ടക പക്ഷി. അല്ലോ ജോഡിക്ക് എത്ര രൂപ അറബിയെ? അവനൊന്നും അറിയത്തില്ല എന്നാ പറയുന്നത്. ഇതാണ് നമ്മുടെ ഒട്ടക പക്ഷി. ഒട്ടക പക്ഷിനെ ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റിയത് വളരെ ഭാഗ്യമായി പോയി അല്ലേ? പിന്നെ ഇത്ര നാളായിട്ട് കണ്ടിട്ടില്ലേ? തൊട്ടിട്ടില്ല. ആ അല്ല, ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഒട്ടക പക്ഷിനെ ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. മേബിന് ഭയങ്കര സന്തോഷം. എന്താ പറയുക മേബിന്, എന്ത് പറയുന്നു? ഇത്രയും നല്ല എക്സ്പീരിയൻസ്. എടാ ഇത് നോക്കിയേ, നീ എത്ര പൈസ മേടിച്ചതായി ഒട്ടക പക്ഷിനെ? ഒന്നും അറിയത്തില്ലടാ ഞങ്ങക്ക്. ഇവൻ ഇവിടെ ഉള്ളതാണ്, പക്ഷെ ഇവന് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, അറിവില്ല. അപ്പൊ ഇതാണ് ഇവിടെ ഒട്ടക പക്ഷി കേട്ടോ. നമുക്ക് ഏതായാലും ഒട്ടക പക്ഷിയെ മേടിക്കണം ഒരു ദിവസം. നമ്മളെ മേടിക്കും. ഏബിയൊക്കെ വലുതാക്കി. ലൈസൻസ് ആണോ? ഓ അത് ശരി. അപ്പൊ ലൈസൻസ് വേണം കേട്ടോ ഇത് വളർത്തണമെങ്കിൽ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത കാണാൻ പോയാലോ? ഒട്ടക പക്ഷി നിങ്ങൾ ആരും അടുത്ത് കണ്ടിട്ടില്ലെങ്കിൽ ഉണ്ടോ കേട്ടോ. ആണ് ഒട്ടക പക്ഷി. അല്ല നിനക്ക് ഇഷ്ടമാണോ ഇതിനൊക്കെ? ഇഷ്ടമാണോ? നിന്റെ പേരെന്താ? ഇസാൻ. അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ക്യാമറ കണ്ടിട്ട് കൊട്ടാൻ പറ്റുന്നല്ലേ? കണ്ണ് കണ്ടാ കൊത്തും അല്ലേ? കണ്ണ് കണ്ടാ കൊത്തും. ഓ അപ്പൊ തിളങ്ങണ എന്തായാലും കൊട്ടും. അപ്പൊ നമ്മുടെ ക്യാമറ കണ്ട് കൊത്താൻ വേണ്ടി വെച്ചുവാണ്. ഇവന്റെ കണ്ണ് കണ്ട് കൊത്താൻ വേണ്ടി വെച്ചുവാണ്. റബി ഇത് എന്തോരം മുഴുപ്പാ അവിടെ ഈ ഒട്ടപക്ഷിയൊക്കെ? നേരത്തെ ഇന്നലെ കൊടുത്തതിന് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചക്ക് വരണ്ടായിരുന്നു. അതിന് മുന്നത്തെ ദിവസം വേറെ വലുതിനെ കൊടുത്തു. കൊത്താൻ പറ്റുന്നുണ്ടേ? ഇളകി ഓടിക്കാൻ തോട്ടിയുണ്ട്. ഇളകി പേരെന്താ? ഐസി എന്നാണ് പേര്. നീ കൊത്താൻ വേണ്ടി വരുന്നുണ്ടോ കേട്ടോ? നമുക്കെന്നാ കൊത്താൻ വേണ്ടി വരുന്നുണ്ട്. തൊട്ട് കേട്ടോ, തൊട്ടിട്ട് സന്തോഷമില്ല. എടാ നമുക്കെന്നാ അടുത്ത നോക്കാൻ പോയാലോ? ഇതാണ് ഫെസന്റ് കോഴി കേട്ടോ. ഫെസന്റ് ണം. ആ ഭാഗം മൊത്തം ഒട്ടക പക്ഷിക്ക് കൊടുത്തേക്കോ അല്ല മോനെ? നിനക്ക് ഇഷ്ടമാണോ ഇതിനൊക്കെ? ആണല്ലേ? ഇത് അനിയനാണോടാ? അനിയനാണ്. ആ അതെ, ഒട്ടക പക്ഷിയുടെ തൂലാണിച്ചാ. ഒട്ടക പക്ഷിയുടെ തൂലിട്ടുണ്ടോ? രക്ഷയില്ല. ആൾക്കാരും വേണേ പറയാ തന്നേക്കാം. ഒട്ടക പക്ഷിയുടെ തൂല് മോനെ വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ. ഭയങ്കര വിലയുള്ള സാധനം ഇതൊക്കെ. എടാ ഞാൻ ഇത് എവിടെയെങ്കിലും വെച്ചോട്ടെ, ഇത് പറന്നു പോകാതിരിക്കാൻ. ഹാർലിക് മക്കാവ്. അയ്യോ കാണാൻ പറ്റുന്നില്ല. അപ്പുറത്തൊന്ന് കേറാൻ പറ്റുമോ? മുകളിൽ ആയിരിക്കുന്നത്. ഇതാണ് ഹാർലിക് മക്കാവ്. ഇവിടെ ഗേ പാരറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സൗണ്ട് കാരണം കേൾക്കാൻ പറ്റുന്നില്ല. എന്നാലും ഈ സൗണ്ട് ഇല്ലാതെ അതിന്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ സൗണ്ട് ഇടുവാണേ. ഇതാണ് മക്കാവ്. കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പുറം ഭാഗത്തൂടെ കയറണമെങ്കിൽ താക്കോല് മാമാടുത്താണ്. മാമ ഇവിടെ ഇല്ല. അതെ, ഗ്രേ പാരറ്റ് ഉണ്ട് കേട്ടോ. ഗ്രേ പാരറ്റ് സംസാരിക്കുന്നതായിരിക്കും അല്ലേ?
അടിപൊളി സാധനമാണ്. വാല് മാത്രം ചോര ഗ്രേ കളർ ബാക്കി. ഇതാണ് നമ്മളെ ഗ്രേപ്പ് പാരറ്റ് എന്ന് പറയുന്ന ഐറ്റം. ഇതല്ലാണ്ട് ഷോർട്ട് സൈഡ് നമുക്ക് അടുത്ത മക്കാവെ കാണാം. അടുത്ത മക്കാവ് മോയണോ എന്താ ഇത്? ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? മക്കാവോ? എല്ലാം കാവ് ഇതെന്താ? എന്താ നിന്റെ വാല് പോയതാ? ഇല്ല വലുതാട്ടോ ഇത്. മുള്ളിന്റെ കയ്യെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചോദിച്ചാൽ കൊടുക്കോ? അതിന്റെ മേത്ത് വീഴിയ മേളിലാ. അപ്പൊ രാവിലത്തെ കാണട്ടെ. ഈ കൂട്ടിലൊന്നും ഇല്ല. ഈ കൂട്ടിൽ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൂട്ടില് എടാ റബി ഇതിന്റെ പേരെന്നാ? ഇതെന്നാ ഇത്? സൺകണ്ണൂർ. ഇതോ അതും സൺകണ്ണൂറാണ്. അങ്ങനെ പോ. ആണാ ഇതെന്താ ഇത്? എന്താ സാധനം? ഇതെന്താ ഐറ്റം? പേരെന്താ ഇതിന്റെ? ഹൈസ് ഇവിടെ ഇങ്ങനെ നട വെച്ചിട്ടുണ്ട്. ഈ നടയിൽ കൂടെ ഇങ്ങനെ പാലം കടന്നു പോയി വീടിന്റെ ടെറസിന്റെ മുകളിൽ അടുത്ത പരിപാടി കേട്ടല്ലോ. അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തു. വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇവിടെ നിറച്ചും ഇതെന്താ ഐറ്റം? അത് മറ്റേ എന്റെ പേര് മറന്നുപോയി. എന്റെ പേര് മറന്നുപോയി. എന്തായിരുന്നു? ഓ എന്നാ മോനെ ഇതിങ്ങനെ ഡോർ തുറന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും. വരുന്നുണ്ട്. അടുത്ത പന്ന മക്കാവ് ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷേപ്പുള്ള വേറൊരു മക്കാവ് ഇവിടെ ഉണ്ട്. ഈ മക്കാവിന്റെ തൂവലിന്റെ അറ്റം കണ്ടപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല. കറക്റ്റ് ഒരു പേനയുടെ നിബിന്റെ അതേ ഷേപ്പാട്ടോ. നമുക്ക് വേണമെങ്കിൽ മഷീൽ മുക്കി എഴുതിയാലും നല്ല എഴുത്തെല്ലാം കിട്ടും. നമുക്ക് എന്തായാലും വീട്ടിൽ പോയി തന്നെ എഴുതി നോക്കാം. ഇപ്പൊ എഴുതാൻ സൗകര്യമൊന്നും ഇല്ല. ഇപ്പം കുറച്ചപ്പുറത്ത് വേറൊന്നും സാധനമാണ്. അതുകൂടെ കാണാൻ വേണ്ടി പോകാന്നാ പറയുന്നത്. നമ്മൾ ഈ പ്രദേശത്തെ ഒട്ടാപക്ഷി ഏവിയറി പ്രദേശങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈനാപ്പിൾ കോണറിന് മേടിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അതിന് ഇവിടെ കിട്ടിയില്ല. ഇവിടെ കൂടിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് മേടിക്കാൻ പോകുന്നത്. ഇനി ബാക്കി ഈ ഫാം കുറച്ചുകൂടെ കാണാനുണ്ട്. അത് മാത്രമല്ല ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിയിച്ചെടുത്ത കുറെ കോഴികളുടെ പ്രദേശം തന്നെ ഇവിടെ ഉണ്ട്. അതൊക്കെ എന്തായാലും കാണണം. അപ്പൊ ആരും അടുത്ത പാർട്ട് മിസ്സാക്കരുത്. ഉടനെ നമ്മൾ അടുത്ത പാർട്ട് ഇടുന്ന കേട്ടോ. അപ്പൊ അത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ എല്ലാവർക്കും ഓക്കെ ബൈ കേട്ടോ.